മിസ്റ്റർ ജിപ്സിയുടെ ECT-MS Excel സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ നമ്മൾ കുറെ ബില്ലുകൾ പേ ചെയ്യുന്ന സംഭവം വെക്കുക. അപ്പൊ നമുക്ക് ഒരു എൻഡ് ഡേറ്റ് വന്നിട്ടുണ്ട്, അത് ഇന്ന ദിവസം നമുക്ക് അടയ്ക്കണം എന്നുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ LICയുടെ ആണെങ്കിൽ 4/9/2022 നമുക്കിത് അടയ്ക്കേണ്ടി വരുന്നത്, അത് റിന്യൂ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇതിന് എത്ര ദിവസമുണ്ട് ഇനി റിന്യൂ ചെയ്യാം എന്ന് അറിയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. കാരണം പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല എത്ര പെട്ടെന്നാണ് എന്നാണ് 9 ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആണ്, ഇന്ന് മുതൽ എന്നാണെന്നുള്ളത്. ഇതിന്റെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഫോമിലിന്റെ ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നോക്കുന്ന ദിവസമായിരിക്കില്ല നാളെ വന്ന് നോക്കുമ്പോൾ. നാളെ വന്ന് വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഇവിടെ മാറിയിട്ടുണ്ടാവും. നമ്മൾ ആ ഫോമിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മളത് മാറിയിട്ടുണ്ടാവും, അതായത് ഒരു ദിവസം കൂടി കുറഞ്ഞിട്ടുണ്ടാവും. അത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, നമ്മളൊരു ചെറിയൊരു ഫോമുലയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫോമുലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈക്വൽ ടു കൊടുക്കുകയാണ്. ഇത് നമ്മൾ എൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാണോ അവസാനത്തെ ദിവസം എന്ന് നമുക്കറിയാം, ആ ഡേറ്റ് നമ്മളിവിടെ വെക്കുന്നു. അതൊന്ന് മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്തിട്ട് എന്നാണ് ഇന്ന് മുതൽ എത്ര ദിവസം എന്നുള്ളത് കൊണ്ട് ഇന്ന് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വളരെ സിമ്പിൾ ആയിട്ട് ടുഡേ എന്ന് നമ്മൾ പറയുന്നു. ആ ടുഡേ എന്ന് നമ്മൾ കൊടുക്കുകയാണ്. ഒരു ബ്രാക്കറ്റ് വരുന്നുണ്ട്, ആ ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. നേരെ വന്നിട്ട് നമ്മൾ എൻ്റർ അടിക്കുകയാണ്. അപ്പൊ ഇവിടെ വരുന്നത് ഒരു ഡേറ്റ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡേറ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തത് കൊണ്ടാണ് ഡേറ്റ് വന്നിട്ടുള്ളത്. ഞാനത് വന്നിട്ട് നമ്പർ എന്നാക്കി മാറ്റുകയാണ്. ഇത് 00ന്റെ ആവശ്യമില്ല, നമ്മളത് മാറ്റുന്നു. ഇപ്പൊ കണ്ടോ, 147 ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി LICയുടെ ബില്ലിന്റെ റിന്യൂവൽ. അതായത് ഇന്ന് മുതൽ 147 ദിവസം നമുക്ക് സമയമുണ്ട് എന്നുള്ളതാണ്. ഞാൻ അത് അതേപോലെ നേരെ താഴത്തോട്ട് കൊണ്ടുവരികയാണ്. അതേപോലെ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിലും വന്നിട്ട് Ctrl V എന്ന് കൊടുക്കാം. അത് Ctrl V എന്ന് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ്, ഡ്രാഗ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ക്രെഡിറ്റ് കാർഡ് ബില്ലിന് ആൾറെഡി 2 ദിവസം കഴിഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8/4/2022 അവസാനത്തെ ദിവസം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് 10/4/2022 ഇന്നിപ്പോ ഈ നമ്മളെ സിസ്റ്റത്തിൽ കിടക്കുന്ന ഡേറ്റ് 10/4/2022. അതുകൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാർ ലോൺ ആണ് എന്നുണ്ടെങ്കിൽ ഇത് 11/9/2022 എൻഡ് ഡേറ്റ്. പക്ഷെ ഇന്ന് വരെ 154 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഡേറ്റ് ആക്ച്വലി നടത്തുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 10/4/2022 ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്താണോ ഡേറ്റ്, ആ ഡേറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ഉള്ളിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ആൾക്കാരും ഈ വീഡിയോ കാണുന്നത് ഓരോ ദിവസങ്ങളിലായിരിക്കും. അപ്പൊ ഇത് എന്തുകൊണ്ടായിരിക്കും 10/4/2022 ബേസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും അത് റെഫർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോ നാളെ ഞാൻ വന്നിട്ട് ഈ സാധനം വീണ്ടും തുറന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ 17 എന്നുള്ളത് 16 ആയിട്ട് മാറിയിട്ടുണ്ടാവും. 154 എന്നുള്ളത് 153 ആയിട്ടുണ്ടാവും. MMC നമുക്കിനി കൊടുക്കേണ്ടത് അടുത്ത 20 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.